ഇന്ന് പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത് ഇന്നത്തെ നിയമസഭാ സമ്മേളനം ഇന്നത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനം അനാവശ്യവും അപ്രസക്തവും കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ വെല്ലുവിളിക്കുന്നതുമാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമങ്ങൾ അത് കേരളത്തിന് ബാധകമല്ല. പക്ഷെ എന്തിൻ്റെ പേരിലാണ് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടിയത്? APMC, അതുപോലെ തന്നെ മണ്ഡി, ഇടനിലക്കാർ, ഇതൊക്കെ കർഷകന് പ്രയോജനകരമാണെങ്കിൽ ഇതൊക്കെ കേരളത്തിൽ നടപ്പിൽ വരുത്തുമെന്ന് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? കേരളത്തിൽ ഇപ്പോഴേ APMCയുമില്ല, ഇടനിലക്കാരുമില്ല, ചന്താ സമ്പ്രദായവുമില്ല. പിന്നെ എന്തിനെതിരായിട്ടാണ് ഈ പ്രമേയം പാസ്സാക്കുന്നത്? അതുകൊണ്ടാണ് ഈ പ്രമേയം അപ്രസക്തമാണ്, അനാവശ്യമാണ് എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അതിനപ്പുറത്ത് ഇന്നലെ കേന്ദ്ര സർക്കാരും കർഷക പ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ച വിജയമായിരുന്നു. ഏതാണ്ട് കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പരിഹരിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അടുത്ത ചർച്ചയിൽ പരിഹരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടിയത്? മാത്രമല്ല സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കം സംസ്ഥാന സർക്കാർ അനുഭവിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പലവട്ടം നിയമസഭക്കകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ ധൂർത്തടിച്ചുകൊണ്ട് ഈ നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടിയത്? അതുകൊണ്ട് ഈ നിയമസഭാ സമ്മേളനത്തിന് എന്താണോ ചെലവ് വന്നിട്ടുള്ളത് അത് CPMൻ്റെ സംസ്ഥാന ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിലനിന്നിരുന്ന LDF UDF അവിശുദ്ധ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലനിർത്താനുള്ള ഒരു നിഗൂഢമായിട്ടുള്ള പദ്ധതിയും ഈ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടുന്നതിൻ്റെ പിന്നിലുണ്ട്. കാരണം 8-ാം തീയതി സഭ സമ്മേളിക്കുന്നുണ്ട്. പ്രമേയം വേണമെങ്കിൽ അവിടെ പാസ്സാക്കാവുന്നതാണ്. പക്ഷേ ആ സഭാ സമ്മേളനത്തിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള നിലയിൽ LDFനും UDFനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ചില അഭിനയങ്ങൾ നടത്തണം. ഭരണകക്ഷിക്കെതിരായിട്ട് ഭരണപക്ഷമായ LDFനെതിരായിട്ട് UDF ആക്രോശങ്ങൾ നടത്തും. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ടാകും. അപ്പം ഞങ്ങൾ രണ്ട് ചേരിയിലാണെന്ന് വരുത്തി തീർക്കാൻ ചില ചവിട്ട് നാടകങ്ങൾ നിയമസഭയിൽ അവർക്ക് നടത്തേണ്ടതായിട്ട് വരും. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ BJPയെ തോൽപ്പിക്കാൻ NDAയെ തോൽപ്പിക്കാൻ രൂപം കൊണ്ട LDF UDF സഖ്യം അത് നിലനിർത്തണമെങ്കിൽ BJP വിരുദ്ധതയുടെ പേരിൽ NDA വിരുദ്ധതയുടെ പേരിൽ കൈകോർക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകണം. ആ പ്ലാറ്റ്ഫോമാണ് ഇന്നത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനം. നരേന്ദ്രമോദിക്കെതിരായിട്ട് NDAക്കെതിരായിട്ട് BJPക്കെതിരായിട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കൈകോർത്തതുപോലെ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കലാണ് ഈ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലൂടെ LDFും UDFും ഉദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുകയാണ്, ഈ കർഷക നിയമത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പഠിച്ചിട്ടുണ്ടോ? വകുപ്പ് മന്ത്രിയായിട്ടുള്ള കൃഷിമന്ത്രി പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പഠിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുമായിരുന്നില്ല.
ഈ കർഷക നിയമങ്ങൾ കേരളത്തിലെ ഏത് കൃഷിക്കാരെയാണ് ബാധിക്കുന്നത്? ഇടനിലക്കാരെ ഒഴിവാക്കുക, ചൂഷകരെ ഒഴിവാക്കുക, അവരിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലത്തും പറഞ്ഞിട്ടുള്ളത്. ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുകയും അവർക്ക് മെച്ചപ്പെട്ട വില ഉറപ്പു നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്രം കൊണ്ടുവന്ന പുതിയ കാർഷിക നിയമത്തിൽ ഉള്ളത്. അപ്പോൾ ഈ ചൂഷക സമ്പ്രദായം നിലനിർത്താനാണോ LDF UDF ഉദ്ദേശിക്കുന്നത്? അവർ ജനങ്ങളോട് നിലപാട് വ്യക്തമാക്കേണ്ടതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എന്നും ചൂഷണത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമായി കർഷകരും കർഷക തൊഴിലാളികളും മാറണം എന്നാണ് അവരുടെ അഭിപ്രായം. അതിൻ്റെ പേരിലാണ്, അതാണ് അവരുടെ മനസ്സിലിരിപ്പ്. അതുകൊണ്ടാണ് അവർ ഈ ചൂഷണത്തിൽ നിന്നും കർഷകരെ വിമുക്തരാക്കാനുള്ള കേന്ദ്ര നിയമത്തിനെതിരെ ഇവിടെ പ്രതിഷേധവും പ്രക്ഷോഭവും പ്രത്യേക നിയമസഭാ സമ്മേളനവും സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് വലിയ ധൂർത്താണ് നടന്നിട്ടുള്ളത്. ഇതിൻ്റെ എത്രയാണോ ചെലവ് വന്നിട്ടുള്ളത് അത് CPMൻ്റെ സംസ്ഥാന ഫണ്ടിൽ നിന്ന് ചെലവഴിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കണം. ഇനി LDFനും UDFനും ഒന്നിക്കണമെങ്കിൽ ഈ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കേണ്ട ആവശ്യമില്ല. പുത്തരിക്കണ്ടം മൈതാനത്ത് LDFും UDFും സംയുക്തമായി സമ്മേളനം വിളിക്കുക, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സംയുക്തമായി പ്രമേയം കൊണ്ടുവരിക, അതായിരുന്നു അന്തസ്സ്. ഈ നിയമസഭാ സമ്മേളനത്തെ കർഷക വിരുദ്ധതയുടെ, ദേശവിരുദ്ധതയുടെ വേദിയാക്കി മാറ്റേണ്ടിയിരുന്നില്ല. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. 2, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അണിയറയിൽ രൂപം കൊണ്ട LDF UDF മത തീവ്രവാദ സഖ്യം ഇന്നലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അണിയറയിൽ നിന്നും അരങ്ങത്തെത്തിയിരിക്കുകയാണ്. ഇത് നിയമസഭാ സമ്മേളനത്തിലും നിലനിൽക്കുമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. സത്യത്തിൽ LDFന് UDF നിരുപാധികം വോട്ട് ചെയ്ത് BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താനാണ് ശ്രമിച്ചത്. UDF ബഹുഭൂരിപക്ഷം BJP വിജയിക്കും എന്നുറപ്പുള്ള, BJP അധികാരത്തിൽ വരും എന്നുറപ്പുള്ള ബഹുഭൂരിപക്ഷം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ UDF നിരുപാധികം വോട്ട് LDFന് കൊടുത്തു. LDFന് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും സമ്മാനിച്ചു. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം പഞ്ചായത്ത് ചെന്നിത്തലയിൽ നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് വന്നാൽ ഞാൻ വിശദീകരിക്കുന്നില്ല, നിരുപാധികമാണ് UDF LDFന് പിന്തുണ കൊടുത്തത്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും LDF ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ അനുമതിയോടും അനുവാദത്തോടും കൂടിയാണ് ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിൽ UDF LDFന് നിരുപാധിക പിന്തുണ കൊടുത്തത്. ഇതേപോലെ ഇന്നലെ തിരുവൻമണ്ടൂർ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിൽ, അവിടെയും UDF നിരുപാധികം LDFന് പിന്തുണ കൊടുത്തു. കാസർഗോഡ് ജില്ലയിലെ മീഞ്ച പഞ്ചായത്തിൽ UDF LDFന് നിരുപാധിക പിന്തുണ കൊടുത്തു. ഇത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലുണ്ടായി എന്നുള്ളത് മാധ്യമങ്ങളിൽ ഇന്ന് വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ UDF നിരുപാധികം BJPയെ തോൽപ്പിക്കാൻ, NDയെ തോൽപ്പിക്കാൻ LDFന് വോട്ട് കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ UDF പിരിച്ചുവിട്ട് LDF ചേരുകയും ഈ ചെന്നിത്തല ഒരു മാതൃകയാണെങ്കിൽ, ചെന്നിത്തല പഞ്ചായത്ത് നടന്നൊരു മാതൃകയാണെങ്കിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ചിട്ട് നിരുപാധികം LDFന് പിന്തുണ കൊടുക്കണം. ഇപ്പം NDയെ തോൽപ്പിക്കാൻ, BJPയെ തോൽപ്പിക്കാൻ LDFന് വോട്ട് ചെയ്യാൻ UDFന് യാതൊരു പ്രയാസവുമില്ലെങ്കിൽ പിന്നെ എന്തിനാ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രമേശ് ചെന്നിത്തല ഇരിക്കുന്നത്? അതിന് പ്രസക്തി എന്താ? LDFനെ അധികാരത്തിലേറ്റാൻ തങ്ങൾക്ക് യാതൊരു വൈമനസ്യവും ഇല്ല എന്ന് ഇന്നലെ ചെന്നിത്തലയെ സംഭവം, വ്യത്യസ്ത പഞ്ചായത്തുകൾ നടന്ന സംഭവം, ബ്ലോക്ക് പഞ്ചായത്ത് നടന്ന സംഭവം വ്യക്തമാവുകയാണ്. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന അർത്ഥമില്ല. UDFൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. UDF LDF ലയിച്ചുകൊണ്ട് BJP മുന്നണിയും
UDF-ഉം LDF-ഉം ചേർന്നുള്ള സംയുക്ത മുന്നണിയും തമ്മിലുള്ള മുഖാമുഖം ഏറ്റുമുട്ടുന്ന വേദിയായിട്ട് കേരളത്തെ രാഷ്ട്രീയത്തെ മാറ്റണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനുള്ള വേദിയായി മാറണം. LDF, UDF സംയുക്തമായി പ്രകടന പത്രികയും തയ്യാറാക്കണം എന്ന അഭിപ്രായമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്, ദേശീയ ജനാധിപത്യ സഖ്യത്തിനുള്ളത്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഇന്നലെ നെയ്യാറ്റിൻകരയിൽ ദമ്പതികൾ കുടിയൊഴിപ്പിക്കലിനെ തുടർന്ന് ദമ്പതികൾ മരണപ്പെട്ട ദാരുണ സംഭവം ഉണ്ടായി. ഈ രാജൻ അതുപോലെ തന്നെ ഈ ദമ്പതികളുടെ വീടും ആ സ്ഥലവും സന്ദർശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. രാജൻ ദമ്പതികളുടെ വീടും അതുപോലെ ആ സംഭവ സ്ഥലവും സന്ദർശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മുഖ്യമന്ത്രിയുടെ അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് ഈ രാജൻ അമ്പിളി ദമ്പതികളുടെ വീടും ആ സ്ഥലവും സന്ദർശിച്ചാൽ മനസ്സിലാവും. ഒന്ന്, രാജൻ അമ്പിളി ദമ്പതികൾക്ക് കടന്നുറങ്ങാനൊരു വീടില്ല. ആ വീട് നിങ്ങൾ കണ്ടിരിക്കും. അവിടെ നിന്നാണ് കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചത്. പിന്നെ ഈ എല്ലാവർക്കും കൂര നൽകി പാവങ്ങൾക്ക് അന്തി ഉറങ്ങാൻ ഇടമൊരുക്കി എന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തിൻ്റെ പൊള്ളയാണ് നെയ്യാറ്റിൻകര സംഭവത്തിലൂടെ വെളിവായിരിക്കുന്നത്. 2, നിങ്ങൾ ആ കോളനിയിൽ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റാത്ത വീടുകളാണ് മുഴുവനുമുള്ളത്. സർക്കാർ പണി കഴിപ്പിച്ച എല്ലാ വീടുകളും വാസയോഗ്യമല്ല. ചില വീടുകൾക്ക് വലിയ ദ്വാരങ്ങളാണ് ഉള്ളത്. അവിടെ പല വെച്ചിട്ടാണ് അവർ അന്തി ഉറങ്ങുന്നത്. ചില സ്ഥലത്ത് ശൗചാലയങ്ങളില്ല. മഴ വന്നാൽ ചോർന്നൊലിക്കുന്ന വീടുകളാണ്. എത്ര പരിതാപകരമായ അവസ്ഥയാണ്. മറ്റൊന്ന്, അവിടെ ഒരു പരാതിക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലും അവർ നൽകിയ കേസിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ ദാരുണമായ സംഭവം ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പോലീസുകാരുടെ ക്രൂരമായ സമീപനമാണ് ഈ ദമ്പതികളെ അവരെ വീട്ടിൽ നിന്ന് മാത്രമല്ല അവർ ഈ ലോകത്ത് തന്നെ കുടിയൊഴിപ്പിക്കപ്പെട്ടു. ഭക്ഷണം കഴിക്കാൻ ഒരു അരമണിക്കൂർ നൽകിയിരുന്നുവെങ്കിൽ ഇവരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. കാരണം അപ്പോഴേക്കും ഹൈക്കോടതി വിധി വരുമായിരുന്നു. അതിനപ്പുറത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പരാതിക്കാരി, ഈ രാജനും എതിരായിട്ട് പരാതി നൽകിയ പരാതിക്കാരി അവിടുത്തെ എല്ലാ പാവങ്ങൾക്കെതിരായിട്ടും പരാതി നൽകുന്നുണ്ട്. ഞാനിന്നലെ അവിടെ സന്ദർശിച്ചു BJP ഈ ജില്ലാ നേതാക്കന്മാരുടെ കൂടെ. ഓരോ വീട്ടുകാർക്കുമെതിരെ 80-90 കേസുകളാണ്. പരാതിക്കാരി ഒന്നാണ്. ഈ രാജൻ്റെ വീട്ടിൻ്റെ ചുറ്റുവട്ടമുള്ള പാവങ്ങൾക്കെതിരായിട്ട് നിരന്തരം പരാതി പോലീസ് സ്റ്റേഷൻ കൊടുക്കും. ഇവർ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്താൽ ഉടനെ പോലീസ് വരും. ഈ വീടുകൾക്ക് ഭയങ്കര ഭീഷണിയാണ്. ഒരേ പരാതിക്കാരി ആ ഭാഗത്തുള്ള മുഴുവൻ വീട്ടുകാർക്കുമെതിരെ 50-60 കേസ് കൊടുക്കുന്ന സമയത്ത് ഓടി വരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ, ഓടി വരുന്നു സബ് ഇൻസ്പെക്ടർ, ഓടി വരുന്നു പോലീസ്. അപ്പോൾ ഈ ഒരു പരാതിക്കാരിയാണ് ഈ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ നിയന്ത്രിക്കുന്നത്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നത്. അവരെന്ത് പരാതി കൊടുത്താലും ഭീഷണിപ്പെടുത്താൻ പോലീസ് തയ്യാറാണ്. അവിടെ കോടതിയുടെ വിധി നടപ്പാക്കാനല്ല വന്നിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഈ സ്ത്രീയുടെ നിർദ്ദേശം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് എത്രമാത്രം ഈ സാക്ഷര കേരളത്തിൽ അധപ്പതിച്ചു എന്നുള്ള തെളിവാണ് നെയ്യാറ്റിൻകര സംഭവം. ആണ് മുഖ്യമന്ത്രി ആ സ്ഥലം സന്ദർശിച്ചാൽ ഇക്കാര്യം ബോധ്യപ്പെടും. അതുകൊണ്ട് സ്ഥലവും ഈ ദമ്പതികളുടെ വീടും സന്ദർശിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ BJPയുടെ ആവശ്യം. ഇക്കാര്യത്തിൽ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു കോൺഗ്രസ് കയറി നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്കും തൊട്ടടുത്ത കോവളം മണ്ഡലത്തിലുള്ള കാഞ്ഞിരക്കുളം പോലീസ് സ്റ്റേഷനിലേക്കും ചെല്ലുമ്പോൾ നാട്ടുകാർക്കെതിരെ എന്തുകൊണ്ടാണ് ഇത്രയധികം കള്ളക്കേസ് വരുമ്പോൾ പോലീസ് അവരുടെ ഭാഗം അല്ല അതെ, ഞാൻ ഇന്നലെ അവിടെ സ്ഥലത്ത് പോയ സമയത്താണ് ഇക്കാര്യം മനസ്സിലാവുന്നത്. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ പരാതിക്കാരിക്ക് കോൺഗ്രസുമായിട്ടാണ് ബന്ധം, കോൺഗ്രസിൻ്റെ നേതാവാണ്.
പക്ഷേ കോൺഗ്രസിന് നേതാവായ പരാതിക്കാരിക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ വലിയ സ്വാധീനം. ഇടതുപക്ഷമാണ് സംസ്ഥാനം ഭരിക്കുന്നത്. പക്ഷേ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ DYSP ഓഫീസ് എല്ലാ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ പരാതിക്കാരിയോടൊപ്പമാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? ശ്രീ ഒ രാജഗോപാൽജി നിയമസഭക്കകത്ത് എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് പരിശോധിച്ച് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കും. പാർട്ടി നിലപാടിന് വിരുദ്ധമാണെങ്കിലും പ്രശ്നമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വിരുദ്ധമായിട്ടാണ് MLA അല്ല, അക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹം എന്താണ് നിയമസഭക്കകത്തും പുറത്തും പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴെനിക്കറിയില്ല. ഏതായാലും അക്കാര്യത്തെക്കുറിച്ച് പഠിച്ച് എന്താണ് അദ്ദേഹം നിയമസഭക്കകത്തും പുറത്തും പറഞ്ഞിട്ടുള്ളത് അത് പരിശോധിച്ച് പാർട്ടി നിലപാട് വ്യക്തമാക്കും. അല്ല, അത് കാണാത്തിടത്തോളം കാലം അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാൻ എനിക്ക് കഴിയില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ പറയുന്നത്, അദ്ദേഹം നിയമസഭക്കകത്തും പുറത്തും എന്താണ് പറഞ്ഞത് എന്ന് പരിശോധിച്ച് പഠിച്ച് പാർട്ടി നിലപാട് വ്യക്തമാക്കും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേട്ടിട്ടില്ല. ഇനി അത് പിന്നെ പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് നിലപാട് വ്യക്തമാക്കും. അല്ല, അതുണ്ടോ ഇല്ലോ എന്നുള്ളതിനെക്കുറിച്ചും അല്ല വസ്തുതയാണ്. അല്ല, ഞാനിപ്പോൾ എന്താണ് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ഒന്നും നിഷേധിക്കുന്നില്ല. മറിച്ച് ഞാൻ പറഞ്ഞത് അതെന്താണെന്ന് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ട് പാർട്ടി നിലപാട് വ്യക്തമാക്കും. അദ്ദേഹം പത്രസമ്മേളനത്തിൽ പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ സർക്കാരിന്റെ പ്രമേയത്തെ അനുകൂലിക്കുമെന്നാണ് പറഞ്ഞത്. അത്ര കൃത്യമായി അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അതൊരു പ്രതികരണം BJPയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, BJPയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാവും. രാജഗോപാൽജിയുമായിട്ട് അക്കാര്യം സംസാരിക്കും. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഞങ്ങൾ നോക്കിയിട്ട് പഠിച്ചിട്ട് പരിശോധിച്ചിട്ട് പാർട്ടി നിലപാട് വ്യക്തമാക്കും. ഏതായാലും പിന്നെ മാധ്യമ സുഹൃത്തുക്കളോട് അല്ല, അത് ഞങ്ങൾ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുന്ന സമയത്ത് എല്ലാം മനസ്സിലാവും. എന്ത് തീരുമാനമെടുക്കണമെന്നുള്ളത് MLA-യോട് പാർട്ടി നിർദ്ദേശിച്ചിരുന്നു. അതോ അദ്ദേഹത്തിന് സ്വന്തമായ നിലപാട്, വ്യക്തിപരമായ നിലപാട് എടുക്കാനുള്ള സ്വാതന്ത്ര്യം പാർട്ടി കൊടുത്തു? അല്ല, അതിനെ സംബന്ധിച്ച് അദ്ദേഹം പരിണതപ്രജ്ഞനായിട്ടുള്ള നേതാവാണ്. ഞങ്ങൾ ഏറ്റവും ആദരണീയനായ ആരാധ്യനായിട്ടുള്ള വളരെ തലമുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെ ഞങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അറിയാം പാർട്ടിയുടെ നിലപാടൊക്കെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. ഇനി എന്താണ് ഇക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ വീണ്ടും ആവർത്തിക്കുന്നു, അത് പഠിച്ചിട്ട് പരിശോധിച്ച് പാർട്ടിയുടെ നിലപാട് എന്തായാലും പറയും. അതിനുശേഷമാണ് നടത്തുന്നത്. ഈ കേരളത്തിന് ആവശ്യമില്ല, മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയെതിരെയും വരെ വ്യക്തമായി ഉന്നയിക്കുമ്പോഴും ജനങ്ങൾ കാണുന്നത് ഇതാണല്ലോ. അല്ല, ഇത് താങ്കൾ പറയുന്നതിന് ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും ഞാൻ നിഷേധിക്കുന്നതിൽ ഒന്നിനോടും. പക്ഷേ പാർട്ടി നിലപാട് വ്യക്തമാക്കും. ആ സമയത്ത് ജനങ്ങൾ കാണുമല്ലോ, അതും കാണും. പക്ഷെ നിയമസഭയിൽ BJP വലിയ പ്രതിരോധം തീർക്കുന്ന സമയത്ത്, കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സമരം തുടങ്ങുന്ന സമയത്ത് നിയമസഭയിൽ ഉയരേണ്ട ഒരു ശബ്ദം, ആ ശബ്ദമാണ് ഇല്ലാതായത്. അവസരമാണ് BJP നടത്താറ്. അല്ല, ആ സമയത്തൊക്കെ അദ്ദേഹവും അതുപോലെ പാർട്ടിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇക്കാര്യത്തിൽ നമ്മുടെ നിലപാട് വ്യക്തമാക്കി. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇന്നലത്തെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേവലം LDF UDF സഖ്യം മാത്രമല്ല, നമ്മുടെ ദേശവിരുദ്ധ സംഘടനകളായിട്ടുള്ള SDPIയുടെയും അതേപോലെ വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ
LDF നേടിയിട്ടുണ്ട്, UDF നേടിയിട്ടുണ്ട്. ചില സ്ഥലത്ത് രാജ്യനാടകങ്ങൾ അരങ്ങേറിയിട്ടുമുണ്ട്. പക്ഷെ ഒരു കാര്യം, SDPIയുടെ പിന്തുണയോടുകൂടി ചില സ്ഥലങ്ങളിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവി നേടിയെടുത്ത സ്ഥലങ്ങളിൽ LDF അവർ രാജിവെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ SDPI 3 സീറ്റിൽ ജയിച്ചത് CPMൻ്റെ പിന്തുണയോടുകൂടിയിട്ടാണ്. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ ആ സ്ഥലങ്ങളിൽ 3 വാർഡുകളിൽ 2 വാർഡുകളിലും LDF കുറഞ്ഞ വോട്ട് നേടി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഇതേപോലെ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ 3 വാർഡുകളിൽ LDF SDPI ധാരണയുടെ അടിസ്ഥാനത്തിൽ SDPI ജയിച്ചിട്ടുണ്ട്. ആ വാർഡുകളിലും LDF 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിട്ടുണ്ട്, 4ാം സ്ഥാനത്തേക്കും തള്ളപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ SDPIയുടെ പിന്തുണ LDF നേടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് സഖ്യമുണ്ടായിരുന്നു. വെൽഫെയർ പാർട്ടിയുമായിട്ട് UDF തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് LDF UDF രാജ്യദ്രോഹ സംഘടനകളുടെ, മതഭീകര സംഘടനകളുടെ ഒരു അവിശുദ്ധ സഖ്യമാണ് തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും നിലനിൽക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള വലിയ വികാരം കേരളത്തിൽ അലയടിച്ചുയരും. അതുകൊണ്ട് BJPയെ പരാജയപ്പെടുത്താനാണ് ഈ സഖ്യം എന്നാണ് ഇവർ പറയുന്നത്. ഈ സഖ്യം BJPയെയും NDAയും കേരളത്തിൽ ശക്തിപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, നമസ്കാരം, നന്ദി, സന്തോഷം.